കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാലോ? അടുത്ത മുഖ്യമന്ത്രി മറ്റേ ഇതായി രമേശ് ചെന്നിത്തല. ഉറപ്പാണോ? ആണ്. അതെന്താ പിണറായി വിജയൻ അല്ലെങ്കിൽ ഈ സർക്കാർ തുടർഭരണം ഉണ്ടാവത്തില്ലേ? തുടർഭരണം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവുകയാണെങ്കിൽ ആരായിരിക്കും? ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ അങ്ങേരുടെ മരുമകൻ്റെ പേരെന്താണ്? ഈ മുഹമ്മദ് റിയാസ് ആണോ? അതെ, അദ്ദേഹമായിരിക്കും. അതെ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവാൻ സാധ്യതയില്ല. ഇല്ല, പ്രായപരിധി വെച്ച് നോക്കുകയാണെങ്കിൽ 75 വയസ്സ് കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ പാടില്ലെന്നല്ലേ ഇപ്പം അവർ പറയുന്നത്. അതെ അതെ അതെ. അങ്ങനെയാണെങ്കിൽ അതുണ്ടാവില്ല. പാർട്ടി മാറുവാണെങ്കിൽ രമേശ് ചെന്നിത്തല അല്ലേ? അതെ അതെ. മറ്റേ സതീശൻ എന്ന് പറയുന്ന പുള്ളിക്ക് ചാൻസ് ഇല്ല. സതീശൻ എന്ന് പറയുന്ന പുള്ളിക്ക് ഇപ്പോഴ് കുറച്ച് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എപ്പോഴും തമ്മിലടിയാണല്ലോ. അതല്ലേ ഈ കോൺഗ്രസിന് പറ്റുന്ന ഒരേ ഒരു കുഴപ്പം. അവർ ഒരു കാരണവശാലും അവർ ഒന്നിക്കില്ല. മറ്റേ മാർക്സിസ്റ്റുകാരങ്ങനെയല്ല. അവരിപ്പം നമ്മൾ ഇപ്പോഴും സൈല ടീച്ചർ, പിന്നെ നമ്മൾ ഐസക്ക്, ഇവരൊക്കെ നല്ല രാഷ്ട്രീയത്തിൽ തലക്കവും പഴക്കമുള്ളതാണ്. അതെ. അവർക്കൊരു ചാൻസ് കൊടുക്കാൻ ജനങ്ങൾ ആഗ്രഹിച്ചു. പക്ഷേ എങ്കിൽ പാർട്ടിയുടെ തീരുമാനമനുസരിച്ച് അവരെ രണ്ടുപേരെയും മാറ്റി നിർത്തിയിട്ടാണ് ഇപ്പം പുതിയ ആൾക്കാരെ. അല്ല, ശൈലജ ടീച്ചർ മുഖ്യമന്ത്രി ആവുന്നത് ആകാൻ സാധ്യതയുണ്ടോ? അതിനെക്കുറിച്ച് എന്താ ചേട്ടൻ്റെ അഭിപ്രായം? അടുത്ത തുടർ ഭരണം വരെയാണെങ്കിൽ ശൈലജ ടീച്ചർ തന്നെ ആയിരിക്കും. കാരണം അവർക്ക് രാഷ്ട്രീയത്തിലുള്ളതുപോലെ ആൾ സ്വാധീനം വേറെ ഇന്നത്തെ കണ്ടീഷനിൽ ആരുമില്ല. ഈ യഥാർത്ഥത്തിൽ ഇത്തവണ ശൈലജ ടീച്ചറാണ് മുഖ്യമന്ത്രിയായിരിക്കാൻ യോഗ്യതയുള്ളത്. പിന്നെ അത് അവർ കൊടുത്തില്ല. അവർ നേരെ കൊടുക്കുന്നത് പിണറായി. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പാർട്ടി തീരുമാനിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. പറയാൻ. നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമൻറ്റ് ചെയ്യുക.